ഇന്ന് പോഷകഗുണങ്ങൾ നിറഞ്ഞ എള്ള് സാദം ഉണ്ടാക്കാം. എള്ളിൽ ധാരാളം വൈറ്റമിൻ, പ്രോട്ടീൻ, ഫൈബർ എന്നിവ അടങ്ങിയിരിക്കുന്നു. സ്ത്രീകൾക്ക് ഇടുപ്പുവേദന വരാതിരിക്കാൻ എള്ള് ആഹാരത്തിൽ ആഴ്ചയിൽ ഒരിക്കലെങ്കിലും ഉൾപ്പെടുത്തുക. എള്ള് സാദം ഉണ്ടാക്കുവാൻ ആദ്യം ഒരു മസാല തയ്യാറാക്കണം. ഇതിനാവശ്യമായ സാധനങ്ങൾ 2 സ്പൂൺ വെളുത്ത എള്ള്, 1 സ്പൂൺ ഉഴുന്നുപരിപ്പ്, 4 വറ്റൽമുളക് എന്നിവയാണ്. വെള്ള എള്ളിനു പകരം കറുത്ത എള്ളിലും ഇത് തയ്യാറാക്കാം. ഇനി ഗ്യാസ് കത്തിച്ച് ഒരു പാൻ വയ്ക്കുക. പാൻ ചൂടായി വരുമ്പോൾ എടുത്തു വെച്ച എള്ള്, ഉഴുന്നുപരിപ്പ്, വറ്റൽമുളക് എന്നിവയിട്ട് സിമ്മിൽ വറുക്കുക. ഉഴുന്ന് ചുവന്ന് എള്ള് പൊട്ടിവരുന്ന സ്റ്റേജിൽ ഗ്യാസ് ഓഫ് ചെയ്ത് മസാല നല്ലപോലെ തണുക്കാൻ വയ്ക്കുക. മസാല നല്ലപോലെ തണുത്ത ശേഷം മിക്സി ജാറിലിട്ട് പൾസിൽ പൊടിക്കുക. അല്ലെങ്കിൽ എള്ളിൽ എണ്ണ അടങ്ങിയിരിക്കുന്നത് കൊണ്ട് പൊടിക്കുമ്പോൾ എണ്ണ കിരിഞ്ഞ് മസാല കുഴഞ്ഞു പോകും. പൊടിച്ച മസാല ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം. ചോറ് വേവിച്ചു വയ്ക്കുക. ഞാൻ പച്ചരിയിലാണ് ഉഴുന്ന് സാദം ഉണ്ടാക്കുന്നത്. ഉഴുന്നുപൊടി തയ്യാറാക്കി സൂക്ഷിച്ചാൽ 1 മിനിറ്റ് കൊണ്ട് ഉഴുന്ന് സാദം തയ്യാറാക്കാം. ഇതിന് ഗ്യാസ് കത്തിച്ച് ഒരു പാൻ വയ്ക്കുക. പാൻ ചൂടായി വരുമ്പോൾ 2 സ്പൂൺ നല്ലെണ്ണ ചേർക്കുക. എണ്ണ ചൂടായാൽ 1/2 സ്പൂൺ കടുകും 1/2 സ്പൂൺ ഉഴുന്നുപരിപ്പും ചേർക്കുക. കടുക് പൊട്ടി ഉഴുന്നുപരിപ്പ് മൂത്ത് വരുമ്പോൾ 2 വറ്റൽമുളക് രണ്ടായി മുറിച്ചതും കുറച്ച് കറിവേപ്പിലയും ഇട്ട് കൊടുക്കുക. 2 സ്പൂൺ അണ്ടിപ്പരിപ്പിട്ട് സിമ്മിൽ വറുക്കുക. ഇനി ഇതിലേക്ക് വേവിച്ചു വെച്ച ചോറ് ചേർത്ത് യോജിപ്പിക്കുക. ഉപ്പ് ചേർത്തല്ല ചോറ് വേവിച്ചതെങ്കിൽ 1/2 സ്പൂൺ ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് നമ്മൾ പൊടിച്ചു വെച്ച എള്ളുപൊടി ചേർത്ത് യോജിപ്പിക്കുക. 1 സ്പൂൺ നെയ്യ് വേണമെങ്കിൽ ചേർക്കാവുന്നതാണ്. നല്ല സ്വാദിഷ്ടമായ എള്ള് സാദം തയ്യാർ. ഇന്നത്തെ റെസിപ്പികൾ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് സപ്പോർട്ടിങ്.